ഹായ് ഗായ്സ്. അപ്പോൾ രാവിലെ എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. 2-2:30 ഒന്നുമല്ല, ഇപ്പോൾ ഒരു 4 മണി ഏകദേശം ആവാറായിട്ടുണ്ട്. ഞാൻ എണീറ്റിപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ആൻഡ് കുറച്ച് നേരം ഞാൻ ഇവിടെ ഇങ്ങനെ വായൊക്കെ നോക്കി നിന്നിട്ട് റെഡിയാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. നല്ല ബോറടി ഉണ്ട്. പക്ഷേ ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ബോറടി ഉണ്ടാവില്ല. ബിക്കോസ് ബാങ്ക് കൊടുക്കുന്നത് വരെയും പണിയായിരിക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. സോ നേരെ കിച്ചണിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ തേങ്ങ തിരുമ്പാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പാത്രമാണ് ഞാൻ ഈ തപ്പി നടക്കുന്നത്. ഓക്കെ, ഇവിടെയൊക്കെയാണോ ആവോ പാത്രം, നോക്കിയിട്ട് വരട്ടെ. യെസ്, പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ തിരുവി തുടങ്ങാം. കഞ്ഞിക്ക് വേണം, അങ്ങനെ എല്ലാ സാധനത്തിനും തേങ്ങ വേണമല്ലോ. തേങ്ങ ഇല്ലാത്തൊരു കളിയില്ലല്ലോ. പിന്നെ കഞ്ഞി വെക്കുന്നുണ്ട്, പരിപ്പ് ചെറുപയർ. ഓക്കെ, ചെറുപയർ തോരൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ടിൽ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, ഐ മീൻ തേങ്ങ തിരുവി കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇല്ലെങ്കിൽ മൊത്തം ഒച്ചയായിരിക്കും. ഇതിൻ്റെ ഒരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഈ മൊത്തക്കൻ തേങ്ങ തിരുവിയിട്ടും തീരുന്നില്ല. എൻ്റെ എനർജി മൊത്തം ഈ ഒരു തേങ്ങ തിരുവി തീരുമെന്നാണ് തോന്നുന്നത്. എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് തേങ്ങ തിരുവി, തീരെ ഇഷ്ടമല്ല. പക്ഷെ കറിക്കൊക്കെ തേങ്ങ വേണമല്ലോ, ഇത് ചെയ്യാൻ പറ്റും. ഇത്ര മതി. ബാക്കി നീ വേറെ ആരെങ്കിലും കൊണ്ട് തിരിയിപ്പിക്കാം. എന്നെ കൊണ്ട് കഴിയൂല. ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. ഇനി അപ്പം എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ബാക്കി തേങ്ങ ഇക്ക വരുമ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞു വെക്കാം. തരുമോ പ്ലീസ് എന്നൊക്കെ. ഇനിയുണ്ടല്ലോ, ഇത് വെർമസലിയാണേ. അപ്പോൾ ഞാൻ ഓർത്ത് വെർമസലി പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന്. കുക്കറിൽ നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാണ്ട് പാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു കുക്കറിൽ പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്തെടുക്കാമെന്ന്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഫ്താറിന് ഡ്രിങ്ക്സിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് പേരൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കിഷ്ടമുള്ള പോലെ ഞാനിങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി ഇത് വെള്ളം എടുക്കട്ടെ, വേവിക്കണമല്ലോ. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കൂല, ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും. ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം, എനിക്ക് ഈ കുക്കർ കൊണ്ട് വേറെ കുറേ ആവശ്യങ്ങളുണ്ട്. സോ ആദ്യം ഓരോന്ന് തീർത്ത് വെക്കാം. ഇല്ലെങ്കിൽ ഞാൻ ആ വലിയ കുക്കർ എടുക്കേണ്ടി വരും. പിന്നെ അത് രണ്ടും കൂടെ കഴുകാൻ മെനക്കണം. ഇപ്പം തന്നെ കഴുകാൻ ഞാൻ കിച്ചണിലോട്ട് കയറിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും കഴുകാനൊരു ലോഡായി. ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി അത് നേരെ എടുത്ത് റൈസ് കുക്കറിലോട്ട് വെക്കണം. ഞാൻ ഇന്ന് മറക്കാതിരിക്കാൻ വേണ്ടി അപ്പത്തിനുള്ള മാവൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. മാവല്ല, അരി ഇട്ട് വെച്ച്. അപ്പോൾ ഇനി എനിക്ക് ഇതുണ്ടാക്കിയാൽ മതിയല്ലോ. ഇനി പെട്ടെന്ന് ഇതിനകത്തോട്ട് കയറ്റാം. റിസ്കി ഫാക്ടറാണ് ഇതൊക്കെ വലിച്ചെടുക്കുന്നത്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എന്ത് സാധനം ഇതുപോലത്തത് എടുത്തു കഴിഞ്ഞാലും ഒന്നിനും എൻ്റെ പുറത്തൂടെയൊക്കെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് പിന്നെ പണ്ടേ ഉള്ളൊരു കാര്യമാണ്, അശ്രദ്ധ. പൊങ്ങി വരുന്നുണ്ട്, വീഴരുതേ പുറത്തൂടെ ഒന്നും. ഓക്കെ, ഇനി സെറ്റ് ഇതിവിടെ ഇരുന്നോളൂ. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം കുക്കർ ഒഴിയണം. കുക്കർ ഒഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കും. ഓർത്താ പോയി. കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് പോകുന്നതാണ്.
ബിക്കോസ് എനിക്ക് കോവയ്ക്ക ഫ്രൈ ഇഷ്ടമാണ്. കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ കോവയ്ക്ക ഫ്രൈ കഴിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്തുനിന്നാൽ പിന്നെ ഇന്ന് കോവയ്ക്ക ഫ്രൈ ആക്കാം. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങോട്ട് ഇരിക്കട്ടെ. ഓക്കെ, പാത്രം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതൊക്കെ ഒന്ന് വാരിയിടണമല്ലോ. ഇനി അറിയത്തില്ല ഇവിടെ ബാക്കി ആർക്കെങ്കിലും കോവയ്ക്ക ഫ്രൈക്ക് ഇഷ്ടമാണോ എന്ന്. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കാണ് ഇഷ്ടമുള്ളത്. എൻ്റെ അനിയത്തിക്ക് ഇതല്ല ഇഷ്ടം. എൻ്റെ അനിയത്തിക്ക് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ അവിടെ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാൽ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാൽ അടിയാവും. സോ ഞാൻ എൻ്റെ കട്ടിംഗ് ബോർഡ് മാറ്റി ഇതാക്കി കേട്ടോ. ഇതാകുമ്പം നല്ലതാണ്. മറ്റേത് തീരെ ഇങ്ങോട്ട് ശരിയാവുന്നില്ല, അവിടെ ഒത്തു വരുന്നില്ല. ഈ കോവയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണോ, എന്നിട്ട് കട്ട് ചെയ്യാം. ഈ കത്തി മാറ്റണമെന്നുണ്ട് ഗൈസ്. ഇത് വീട്ടിൽ നിന്നൊക്കെ വന്നപ്പോഴത്തേക്ക് എടുത്തിട്ട് വന്ന കത്തിയാണ്. നമ്മൾ മറ്റേ ആമസോണിലൊക്കെ മറ്റേ ഒരു പിൻട്രസ്റ്റ് വൈബ് കത്തി ഞാൻ കണ്ടായിരുന്നു. അത് അടുത്ത ട്രിപ്പിൽ മേടിക്കണം, നോക്കാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ കത്തിയാണ് ഇഷ്ടമെന്നാണ് തോന്നുന്നത്. പുള്ളി എവിടെ കത്തി ഉണ്ടായാലും മേടിക്കും. ലൈക്ക് കത്തിക്കൊരു ഭ്രാന്താണ് എന്ന് പറയത്തില്ലേ. ആൾക്കിങ്ങനെ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ ആണെങ്കിലോ എന്ത് മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ കട്ട് ചെയ്യാൻ ഇഷ്ടം. അപ്പം അതിന് സ്യൂട്ടാവുന്നതൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കത്തി. ഇപ്പം സറി കട്ട് ചെയ്യാം, റൗണ്ടിന് കട്ട് ചെയ്യാം. ഓ തമ്പുരാനെ, ഇത് പഴുത്ത കോവയ്ക്ക ഗൈസ്, പഴുത്തു പോയി. വീട്ടിലാണെങ്കിൽ ഈ സാധനം ഉണ്ട്, കോവയ്ക്ക ഉണ്ട്. ബബ്ബുവിനാണെങ്കിൽ ഈ സാധനം അത്യാവശ്യം നല്ല ഇഷ്ടമാണെന്നാണ് കേട്ടത്. അതായത് ഇവൻ ഇതിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചിട്ട് കഴിക്കും. എനിക്കിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇതിനകത്തൊക്കെ കുറച്ച് മസാല വേണം, എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ കഴിക്കാനാട്ടോ ഇഷ്ടം. കൊച്ചിലെ നമ്മൾ പിന്നെ എന്തും കഴിക്കുമല്ലോ, അത് കണക്കല്ലല്ലോ വലുതാവുമ്പോഴത്തേക്കാണല്ലോ നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത്. ഞാനും കൊച്ചിലെ പാവയ്ക്ക കഴിക്കുമായിരുന്നേ. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ. നല്ല ഗുണമുള്ള സാധനമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്കിപ്പോൾ കറൻ്റ്ലി എനിക്കിഷ്ടമല്ല. എനിക്ക് ചിലപ്പോൾ വയസ്സാകുമ്പോൾ ഇഷ്ടമായെന്ന് വരും. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കോവയ്ക്ക. കോവയ്ക്ക എങ്ങനെയാ ഫ്രൈ, അല്ലാതെ ഈ തോരനൊന്നും വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതൊന്നും എനിക്ക് പോകത്തില്ല, അങ്ങോട്ട് ഉള്ളിലോട്ട് പോകത്തേ ഇല്ല. ഞാൻ ഇന്ന് വിചാരിക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാര്യം അതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ടൈം പോകുന്നത്. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് എനർജി ലോസ് ആകുമ്പോൾ, ഒരുപാട് പണിയെടുക്കുമ്പോഴത്തേക്ക് നല്ല എനർജി ലോസ് ആകും. പ്രത്യേകിച്ച് നമ്മൾ നോമ്പൊക്കെ പിടിച്ചിട്ട്. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് നോമ്പ് എടുക്കുന്നത്. അപ്പം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വീക്കാവുന്നുണ്ട് എന്ന് ഫീൽ ആവുന്നുണ്ട്. ഇന്നലെയൊക്കെ BP ഷുഗറൊക്കെ ലോ ആയിട്ടുണ്ടല്ലോ. ഓ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ അതുകൊണ്ടിട്ട് ഒരുപാട് പണിയെടുക്കുന്നില്ല. അപ്പം ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് വേണമെങ്കിൽ സ്നാക്സ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അടിച്ചു തീരട്ടെ, ഇല്ലെങ്കിൽ എന്നെ സംസാരിക്കാൻ നോക്കില്ല. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ശരി, എനിക്ക് സ്നാക്സ് കിട്ടിയാൽ മതി, ഓയിൽ ഫ്രീ. എനിക്ക് തോന്നുന്നു ഇത് വെന്ത് കാണുമായിരിക്കും. ഇതൊരു കുറച്ച് നേരം കിടക്കട്ടെ, എന്നിട്ട് തുറക്കാം. ഓക്കെ, അരിഞ്ഞിട്ടും പെറുക്കിയിട്ടും അങ്ങോട്ട് തീരാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ നേരമായി ഇങ്ങനെ അരിയാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഇനി ചെറുപയർ തോരൻ വെക്കണം. കഞ്ഞിക്ക് കണ്ണാടി വെക്കുന്നവർക്ക് അറിയായിരിക്കില്ല, ഇത് ഇങ്ങനെ ഊരിപ്പോവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റി വെക്കണം. ഇടയ്ക്കല്ല, 24/7 ഇത് വെക്കുന്ന സമയം മൊത്തം കയറ്റി വെച്ചോണ്ടിരിക്കണം. അപ്പം ഇവർക്ക് കഞ്ഞിക്ക് പയർ വേണം. ഞാൻ ഇന്നലെ വെക്കാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ മറ്റേ ഗീ റൈസും ചിക്കൻ കറിയൊക്കെ വെച്ച് ലാസ്റ്റ് അത് ഉണ്ടാക്കിയതിൻ്റെ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഞാൻ ഇന്നലെ അങ്ങ് ഭയങ്കര വീക്കായിപ്പോയി. വിശപ്പ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, ക്ഷീണം, തലകറക്കം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, തലകറക്കം.
അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വരുന്നതിന് മുന്നേ പെട്ടെന്ന് പരിപാടി തീർത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെ ഫൈനലി കോവയ്ക്ക അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ദേ തീരാറായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പഴുത്ത കോവയ്ക്ക കേട്ടോ. നമ്മളെ മറ്റേ വിളഞ്ഞു വരുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് നല്ലത്. ഇത് പഴുത്ത കോവയ്ക്ക. ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ കിട്ടിയതേ വലിയ ഭാഗ്യം. അപ്പോൾ പിന്നെ നമ്മളതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ചെറുപയർ തോരൻ ഉണ്ടാക്കണം. അപ്പം ചെറുപയർ നമ്മൾ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയോ ഞാൻ എടുത്ത് വെച്ച് കണ്ടുപിടിക്കട്ടെ. ഭാഗ്യം. ആദ്യമായിട്ടാ തൊടുമ്പോൾ തന്നെ ഒരു സാധനം കയ്യിലോട്ട് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഞാനിവിടെ മൊത്തം തപ്പലോ തുപ്പൽ. അത് ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല. ചെറുപയർ വേവിക്കാനുള്ളത് കട്ട് ചെയ്ത് വെക്കാം. ഇതെൻ്റെ ടിന്നുണ്ട്, അതിനകത്തോട്ട് തട്ടി ഇടണം. കുറച്ചധികം വെച്ചേക്കാം, ബിക്കോസ് ചോറിനും എടുക്കാമല്ലോ. മീൻകറി വെക്കാനുണ്ട് ഗൈസ്. ഇത് ഞാൻ ഇടയ്ക്കേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. അത്യാവശ്യം നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. നമ്മൾ പക്ഷേ കറക്റ്റായിട്ട് എന്താ പറയുക, കണ്ണ് കാണാൻ വയ്യല്ലോ, അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് ഇതിനകത്തൊരു പാടുള്ള പരിപാടി, അറേഞ്ച്മെൻറ്റ്സ്. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല ഇതുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മിണ്ടാണ്ടും പറയാണ്ടിരിക്കണം. മിണ്ടാണ്ടും പറയാണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ബോറടിക്കും. എത്ര ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഇത് ബോറടിക്കുമല്ലോ. മീൻസ് എനിക്ക് എൻ്റെ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നൊരു ആളാണ്. അങ്ങനെ ഒച്ചയാവി വേണമെന്നൊന്നുമില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തീരും. ഇല്ലെങ്കിൽ അതങ്ങനെ ലാഗായി പോകും ഗൈസ്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട്, അയ്യോ ഇതിപ്പോൾ എടുത്ത് വെച്ചേനെ, ബോധം ഭയങ്കര ബോധമാണ്. എന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് ഇതിന്. ഞാൻ ഇട്ടേൻ്റെ കുഴപ്പമാണോ അതിൻ്റെ കുഴപ്പമാണോ തമ്പുരാനെ, കണ്ണ് കാണുന്നില്ലല്ലോ. എൻ്റെ പ്രശ്നമല്ല, ഇതിൻ്റെ ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഇത് കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ അടയ്ക്കുമ്പോൾ പണി കിട്ടും. ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വീണ് സെറ്റായിട്ടിരുന്നാൽ ഓക്കെ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തട്ടിയിടുമ്പോൾ എല്ലാം കൂടെ മണ്ടയിലോട്ട് വന്ന് വീഴും. എനിവേ ഇതിട്ട് വയ്ക്കാം. അപ്പം ചെറുപയർ തൽക്കാലം അത് മാത്രം ഇടാം. ബാക്കി ഓരോ സാധനങ്ങളുണ്ട് ഇടാൻ. എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകും. സമയമില്ല. ഞാനിപ്പോഴാണ് ആലോചിച്ചത് മീൻകറി വെക്കണമല്ലോ, അല്ലാണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ കൂട്ടുകയെന്ന്. പ്രശ്നമായോ? നേരത്തെ ഓക്കെ ഫൈൻ. ഓക്കെ സെറ്റ്. ഓക്കെ, പയർ കഴുകിയെടുത്ത് വെക്കാം. മീൻ വെക്കണം ഗൈസ്, മീൻ കറി വെക്കണം. ഇന്നലെ അയല കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതെടുത്ത് കറി വെക്കാം. ഇതോടെ ഇരിക്കട്ടെ, ഞാൻ മീൻ എടുത്തിട്ട് വരാം. മീൻ ഈ വീട്ടിൽ ഹാളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 110 ഫ്രിഡ്ജ് കാണാം. 110 ഇല്ലെങ്കിൽ ഒരു 3 1 2 3 ഫ്രിഡ്ജ് കാണാം. ഫ്രിഡ്ജ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതല്ല. ഫ്രിഡ്ജ് എടുക്കും കേടാവും, ഫ്രിഡ്ജ് എടുക്കും കേടാവും, അങ്ങനെ കേടായി മേടിച്ചെടുത്ത ഫ്രിഡ്ജുകളാണിത്. നിലവിൽ വർക്കിംഗ് കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നോട്ട് വർക്കിംഗ്. ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ അതൊക്കെ തൂക്കി വിൽക്കണം. അയല ആണ്. കട്ട് ചെയ്ത അയല എല്ല് തമ്പുരാന്. ഫ്രൈക്ക് വേണ്ടി കട്ട് ചെയ്തതാണോ? ഞാൻ നോക്കുമ്പോൾ വലിയ മീൻ ഇരിക്കുന്നു. ഞാൻ ഇതെന്ത് ഇങ്ങനെ? ഫ്രൈക്ക് വേണ്ടി കട്ട് ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ പെടു, എനിക്കറിയത്തില്ലല്ലോ. ഓക്കെ, ഇനി അത് വെള്ളമൊക്കെ പോയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അത് റെഡിയാക്കാം. മാറ്റി വയ്ക്കട്ടെ. മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളി ഇതാക്കാം. ഇനി ഞാൻ തപ്പാൻ പോണത് എന്താണെന്നറിയോ?
ഭാഗ്യം. ഇന്ന് ഞാൻ ഒന്നും തപ്പേണ്ടി വന്നില്ല, എല്ലാം കിട്ടുന്നുണ്ട്. സാധാരണ ഞാനിങ്ങനെ തപ്പി തപ്പി നടക്കും, എവിടെയാ വെച്ചേ, ഓർമ്മ വേണമല്ലോ. ഓർമ്മയില്ല, ബോധമില്ല. ഇനി പാത്രം തപ്പലാണ്. ഇന്നെന്തോ നല്ല ദിവസമാണ് എന്നൊക്കെ ഞാൻ എല്ലാം പെറുക്കി എല്ലായിടത്തും വെച്ചു. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അടുത്ത ടാസ്ക്കാണ് ഈ കൊച്ചുള്ളി തൊലിക്കുക എന്ന് പറഞ്ഞാൽ. മേനക്കെട്ട പരിപാടിയാണ് ഇതൊക്കെ. ഒരുപാട് ടൈം പോകും നിന്ന് വെച്ച്. സത്യത്തിൽ എനിക്ക് മീൻ കറി ഇഷ്ടമല്ല. ഞാൻ വീട്ടിലെന്നല്ല എവിടെയാണെങ്കിലും മീൻ കറി കൂട്ടാറില്ല. ബട്ട് മൈ ഹസ്ബൻഡ് he like fish curry very much. What can I do? So for him ഫിഷ് കറി വെക്കുന്നു. പാവല്ലേ, അതുകൊണ്ടിട്ട് വെച്ച് കൊടുക്കാം. ആൾക്ക് ഇറച്ചീനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഫിഷാണ്. എവിടെ ഫിഷ് കണ്ടു കഴിഞ്ഞാലും വീട്ടിൽ ഫ്രിഡ്ജ് നിറഞ്ഞ് ഫിഷ് ഓക്കെ, ഫ്രിഡ്ജ് നിറഞ്ഞ് ഫിഷ് ഇരുന്നാലും കുട്ടി ഫിഷ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ചവിട്ടി നിർത്തി ഓടിപ്പോയി ഫിഷ് നോക്കും. ഹീസ് എ ഫിഷ് ഭ്രാന്തൻ. ലൈക്ക് ഞാൻ നേരെ ഓപ്പോസിറ്റ് മീൻസ് എനിക്ക് ഫിഷും വേണ്ട, ചിക്കനും വേണ്ട, ഒന്നും വേണ്ട. എന്തോ ഒരു ജീവി. ഇനി വെജിറ്റേറിയൻ കേട്ടോ പൊതുവേ ഇഷ്ടം. എനിക്കങ്ങനെ ഫിഷ് അങ്ങനത്തെ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. സ്നാക്സ് ഐറ്റംസ്, ജങ്ക് ഫുഡിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഞാൻ. ഇപ്പോൾ ജങ്ക് ഫുഡ് അത്ര അടിക്കാറില്ല, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്. എന്നാലും എനിക്ക് എണ്ണയിൽ തൊടാത്ത സ്നാക്സുകൾ കാണുമല്ലോ, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോനും അതുപോലെ തന്നെ. അവൻ മുറുക്കൊക്കെ അവൻ്റെ മെയിൻ ഫുഡ് കഞ്ഞിയാണ് കേട്ടോ. ആ കഞ്ഞീൻ്റെ കൂടെ അവൻ പെയർ ചെയ്ത് കഴിക്കുന്നത്, നമ്മൾ കഞ്ഞി ചമ്മന്തിയോ അച്ചാറൊക്കെ അല്ലേ കഴിക്കണേ. എൻ്റെ മോൻ മുറുക്ക്. ഇനി എന്നോട് പറയാ കഞ്ഞി മുറുക്കുവാ കഴിയുന്നത്. ഞാൻ അന്തം വിട്ടു, എന്താ കോമ്പിനേഷനാ കഞ്ഞി മുറുക്കും. വിയർത്ത് തുടങ്ങിയിരിക്കുന്നു ചെറിയ തോതിൽ. എനിക്കിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിനകത്ത് അങ്ങോട്ട് ഇരുട്ട് കയറും. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. BP ലോ ആയെന്നതാണോ, ഷുഗർ കുറയുന്നതാണോ, ഒന്നും അറിയത്തില്ല. ഓൾറെഡി എനിക്ക് BP ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്നെ കാണാൻ പറ്റാത്ത കണക്കാവും. എന്ത് വിഷമമാണെങ്കിൽ ഇപ്പോൾ കരഞ്ഞു തീർക്കാം. ബിക്കോസ് ഉള്ളിയരിയുമ്പോൾ കരച്ചിൽ വരുമല്ലോ. സോ ഇങ്ങനെ താറി നിന്ന് കഴിഞ്ഞാൽ ഈ പരിപാടികളൊന്നും തീരില്ല. അറ്റ്ലീസ്റ്റ് ഒരു കറിയെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും കൂട്ടി തിന്നാലോ. തൊലിച്ച് തീരണ്ടേ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് തൊലിച്ച് എന്ന് തീരാനാ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്? അതായത് ഇപ്പം ആരും വീട്ടിലില്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്ന് എങ്ങനെ കുക്ക് ചെയ്യുന്നേ? അല്ലാത്ത സമയം ഇപ്പം എനിക്ക് ഏകാന്തതയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏകാന്തതയാണ് ഇഷ്ടം. എനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ പണിയെടുക്കുമ്പോൾ ആരോടും സംസാരിച്ചില്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്നാമത്തെ കാര്യം ഇത് തീരൂല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് വ്ലോഗ് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ. അതാലോചിച്ച് എനിക്ക് സമാധാനിക്കാം. ഞാൻ സംസാരിക്കണ്ടല്ലോ, അപ്പം പണി നീങ്ങുമല്ലോ. എനിക്ക് തലയ്ക്കകത്തൊരു ഇരുൾച്ച കയറും പോലെ ഫീൽ ആവുന്നുണ്ട്. പക്ഷേ വീഴാൻ സാധ്യതയില്ല. രാവിലെയൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. കുറച്ച് നേരം വല്ലയിടത്തും പോയി ഇരുന്നിട്ട് വന്നാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പൊതുവെ എന്തെങ്കിലും ഒറ്റ കറിയോ 2 കറിയോ ഒക്കെ ആക്കി ഒതുക്കുന്ന ഞാൻ നിന്ന് എപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനെന്താക്കാൻ, എനിക്കിങ്ങനെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ചെയ്യാൻ കിട്ടത്തില്ല. സ്ലോ മോഡാണ്. ഓട്ടമത്സരത്തിന് പോകുന്നതൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല. മീൻസ് ഞാൻ അങ്ങനെ ശീലിച്ച് വന്നിട്ടില്ല, അതാണ് കേട്ടോ കാര്യം. സ്ലോ ആയിട്ട് ചെയ്യാനേ പറ്റും. ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര സ്ലോയാണ്.
പക്ഷെ കുളിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് കേട്ടോ. ഓരോ സെക്കൻഡൊക്കെ കൊണ്ട് ഞാൻ കുളിച്ചിട്ടിറങ്ങും. അതൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അല്ലാണ്ട് ഇപ്പോൾ പഠിക്കുക ജോലി ചെയ്യുക അതിലൊക്കെ കുറച്ച് സ്ലോയാണ്. പക്ഷെ എൻ്റെ ഒരു മോട്ടോ എന്ന് വെച്ചാൽ മെല്ലെ ചെയ്ത് സെറ്റാക്കി എടുക്കൽ ആണ് ഒരിത്. പിന്നെ ധൃതി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാവും. കണ്ണ് നിറയുന്നതല്ലാതെ ഉള്ളി തീരുന്നില്ലല്ലോ. സത്യത്തിൽ ഇവിടെ ചൂടില്ലാത്തതാ, പക്ഷേ എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി. ഫൈനലി ഉള്ളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മതി, ഇത്രയും മതി. ഇത്ര ഉള്ളി ഇട്ടിട്ടുള്ള ലൈക്ക് ഇത്രയും ഉള്ളി ഇട്ടിട്ടുള്ള മീൻകറി മതി. ഇനിയിപ്പോൾ മടിയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്നറിയോ, ഒരു മിക്സി എടുക്കുക, എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഇതിനകത്തോട്ട് ഇടുക. ജസ്റ്റ് ഇനി ഇതൊന്ന് ചതച്ചെടുക്കും. പിന്നെ ഞാൻ വെക്കാൻ പോകുന്നത് മീൻപുളിയാണ്. എപ്പോഴും വെക്കുന്ന സാധനം സെയിം സാധനം തന്നെ റിപ്പീറ്റ്. ഓക്കെ, ഞാൻ അരച്ചെടുത്തിട്ട് വരാം. എന്ന് വെച്ചാൽ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇതവിടെ തുറക്കുമ്പോണ്ടല്ലോ കണ്ണിരി. ഇനി മീൻകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തപ്പിപ്പറക്കിയെടുക്കാം. ചട്ടി വരും. ഈ മീൻകറി ഒരു മിനിറ്റ്. യെസ്, അപ്പോൾ ഈ മീൻകറി ഉണ്ടല്ലോ, ഇതിവിടെ തീർന്നു. കഴിഞ്ഞ ദിവസം വെച്ചു, തീർന്നില്ല. സാധനം കഴിച്ചു തീർന്നു. ഞാൻ അങ്ങനെ കറിയിലിട്ട മീൻ കഴിക്കാറില്ല, എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ ഉള്ളവർ കഴിച്ചു തീർക്കില്ല. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ അവരങ്ങോട്ട് കഴിക്കില്ല. ഓക്കേ, ചട്ടി സെറ്റായിട്ട് വരട്ടെ. തൽക്കാലം ഇതിങ്ങോട്ട് കിടക്കട്ടെ, ഇല്ലെങ്കിൽ ഇതെനിക്കൊരു ബാധ്യതയായിട്ട് മാറും. നമ്മുടെ ഈ സാധനം എന്തായി നോക്കാം. അറിയില്ല, മൊത്തത്തിൽ പറ്റില്ല. ഓക്കെ, സെറ്റായിട്ടുണ്ട്. പക്ഷേ ഈ പാത്രത്തിൽ പറ്റൂല, നല്ല ചൂടല്ലേ, പ്ലാസ്റ്റിക്. വേറെ പാത്രം എടുക്കാം. തൽക്കാലം ഈ പാത്രം എടുത്തിട്ട് ഇതിനകത്തോട്ട് കഴുകിയിട്ട് മാറ്റാം. തികയാവോ? ഇതേ കുഞ്ഞി പാത്രമല്ലേ. ഭാഗ്യം, തികഞ്ഞു. ഇവിടെ ആർക്കും മധുരം വേണ്ട, എല്ലാവരും ഡയറ്റിലാണെന്ന് തോന്നുന്നു. സോ മധുരമിടാതെ ബർമസലി വേവിച്ച് വെച്ചു. ഇനി അത് നമുക്ക് പിന്നീട് എടുക്കാം. പയർ വേവിക്കാൻ വയ്ക്കാം. നമ്മൾ ചട്ടി ഇതേനി ഇപ്പം പുകയുമെന്നാണ് തോന്നുന്നത്. അതിന് മുന്നേ പയറങ്ങോട്ട് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ. ഉപ്പിട്ടോ, വേറെ ഒന്നും ഇടുന്നില്ല, ഉപ്പിട്ടു മതി. ഇനി അത് വേവട്ടെ, തോരനല്ലേ. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം പോയില്ലേ, മതി. കടുവല്ല വേണ്ടത്, ഉലുവയാണ് വേണ്ടത്. ഉലുവ എവിടെ? ഇതൊക്കെ ഇനി പിറക്കി പാത്രം എക്സോസ്റ്റ് ഇടാതെ നടക്കൂല. ഓക്കെ, ഉലുവ ഇട്ട് കൊടുത്തു. കരിയപ്പല തീർന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ ഉണ്ടോന്ന്.
കുറച്ച് കരിയേപ്പില ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് നനച്ചു കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി പാക്കറ്റ് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറി വയ്ക്കുമ്പോഴത്തേക്കും ഒക്കെ എല്ലാത്തിലും കുറച്ച് അധികം വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളി വളരെ നല്ലത്, ഹെൽത്തിന് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അത് ഞാനിടും. കട്ട് ചെയ്തെടുക്കണം. ഞാൻ എണ്ണ വളരെ കുറച്ചിട്ടാട്ടോ ഇതാക്കുന്നത്. ബിക്കോസ് എക്സസ് ആയിട്ട് എണ്ണ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കൂട്ടണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ എണ്ണ മാക്സിമം കുറയ്ക്കുന്നത്. അപ്പം വെളുത്തുള്ളി ഈസ് വെരി ഗുഡ് ഫോർ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് വെളുത്തുള്ളി. അതുകൊണ്ട് ഞാനത് കുറച്ചധികം ഇടും. അതിൻ്റെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മീൻകറി വെക്കുന്ന ഒരു വ്ലോഗ് പോലെ ആയിപ്പോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇത് നിന്ന് ഉണ്ടാക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്, അതിനൂടെ. എന്നാലും ഇനി സംസാരിച്ചുണ്ടാക്കുമ്പോൾ ഒരു രസമാണല്ലോ. പച്ചമുളക്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർക്കാനുള്ള സമയമായി. ഉള്ളി എടുത്തിട്ട് വരാം. നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി. എനിക്ക് ഇങ്ങനെ ഇടാൻ ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്ന ഈ ആംഗിൾ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടു. അയ്യോ, പയറ് വെച്ചതാ എന്താ വിസിലിടാൻ പറഞ്ഞു. ഇനി കത്തിച്ചു കൊടുക്കാം. ജബ 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 എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. ഓർമ്മയില്ല. അങ്ങനെ ഉള്ളി വെന്ത് വരുന്നുണ്ട്. ഇനി ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇനി ഈ ഉള്ളി ഈ വെള്ളത്തിൽ കിടന്നങ്ങോട്ട് വെന്തോളും. ഒരുപാട് ഓയിൽ ചേർക്കേണ്ട, നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? മതിയാവും, നമുക്കിതങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി തക്കാളി ഇല്ലേ, തക്കാളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്കതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഈ പേസ്റ്റ് നമുക്കിതിൽ ആഡ് ആക്കാവേ.